Good afternoon, dear all. First of all, welcome to the newly joined lateral entry students. അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസ് നേരത്തെ തന്നെ ഒന്ന് കവർ ചെയ്തിരുന്നു. അപ്പോൾ ആ പോർഷൻസ് എന്തായാലും നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് മാത്രമായിട്ട് സെപ്പറേറ്റ്ലി ഞാൻ സ്പെഷ്യൽ ക്ലാസ് ആയിട്ടൊന്ന് എടുത്തു തരാം. അധികമൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അബൌട്ട് മെഷീൻ ഡ്രോയിങ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുന്നത് റിവറ്റഡ് ജോയിൻസിനെ പറ്റിയായിരുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻസ്, വാട്ട് ഈസ് ദ റിവറ്റഡ് ജോയിൻറ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, പിന്നെ അതുപോലെ ഓരോ ടൈപ്പ് റിവറ്റഡ് ജോയിൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് നോക്കിയത്. സോ ആഫ്റ്റർ ദിസ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എക്സസൈസസ് 4 നാലാമത്തെ എക്സസൈസസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് ഒന്ന് അയച്ചു തരാം. അത് സെക്ഷണൽ ഡ്രോയിങ്സിൻ്റെ ആണ്. അതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്ത സെക്ഷണൽ ഡ്രോയിങ്സിൻ്റെ ഡയഗ്രാംസ് ആണ്. 3 പിക്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് വരച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് അയച്ചു തരിക. അപ്പോൾ അതിൻ്റെ സബ്മിഷൻ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഗ്രൂപ്പിൽ പറയാം. നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ അതും ഒന്ന് വരച്ചിട്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. സോ ടുഡേ വി വിൽ ബി കവറിങ് സ്ക്രൂഡ് ഫാസ്റ്റ്നേഴ്സ്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ക്രൂഡ് ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രൂസ്, അതുപോലെ നട്ട്, ബോൾട്ടുകൾ, ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം മുമ്പോട്ട് പോകുമ്പോഴും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ എങ്ങനെയാണ് ഒരു നട്ടിനെയും ബോൾട്ടിനെയൊക്കെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഡയഗ്രമാറ്റിക്കലി, അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. സോ സ്ക്രൂഡ് ഫാസ്റ്റ്നേഴ്സ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിവറ്റഡ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്, റിവറ്റഡ് ജോയിൻറ്റ്സും അതുപോലെ തന്നെ വെൽഡഡ് ജോയിൻറ്റ്സും എല്ലാം പെർമനൻറ്റ് ജോയിൻറ്റ്സ് ആണ്. പെർമനൻറ്റ് ജോയിൻറ്റ്സ് എന്ന് പറയാൻ കാരണം നമ്മൾ 2 മെറ്റീരിയൽസ് അല്ലെങ്കിൽ 2 പാർട്സ് നമ്മൾ വെൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് അഴിച്ചു മാറ്റാനായിട്ട് പറ്റത്തില്ല. സോ വൺസ് ഇറ്റ് ഈസ് ഡൺ ഇറ്റ് ഈസ് ഫിക്സഡ്. അത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റിവറ്റിങ്ങും വെൽഡിങ്ങും ഒക്കെ. സോ ദേ ആർ നോൺ ആസ് പെർമനൻറ്റ് ജോയിൻറ്റ്സ്. വെറാസ് സ്ക്രൂഡ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്ക്രൂയിങ് ജോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്, സ്ക്രൂഡ് ജോയിൻറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയോ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പെർമനൻ്റ് അല്ല, ഇറ്റ് ഈസ് ടെമ്പററി ഇൻ നേച്ചർ. സോ ഇറ്റ് ഈസ് എ ടെമ്പററി ജോയിൻറ്റ്. സോ നമുക്ക് സ്ക്രൂസിനെ റിമൂവ് ചെയ്യാം, വേറെ പാർട്സുമായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിനെ അഴിച്ചു മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദേ ആർ നോൺ ആസ് screwed fasteners or screwed joints. They are known as temporary joints. Okay. So welding and riveting permanent ആണ്, screwed joints എന്ന് പറയുന്നത് temporary ആണ്. So usually screwed fasteners-നകത്ത് വരുന്നത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന സ്ക്രൂസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂസ് ആർ ദെയർ. ഓരോ സ്ക്രൂവിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അതിനൊക്കെ നമ്മളിപ്പം വഴി നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂസ്, അതിൻ്റെയൊക്കെ യൂസ് എവിടെയാണ് വരുന്നതെന്നല്ല. ഓക്കെ. സോ സ്ക്രൂഡ് ജോയിൻറ്റ്സ് അതിനകത്ത് വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ക്രൂസ് ആണ്, അതുപോലെ തന്നെ നട്ട് വരുന്നുണ്ട്, ബോൾട്ട്സ് വരുന്നുണ്ട്, മെഷീൻ സ്ക്രൂസ്, കപ്ലിങ്സ്, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ. സോ സെമി പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാസ്റ്റനിങ് എലമെൻറ്റ്സ് എന്ത് വെച്ചിട്ടാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. So such type of fasteners are called as temporary fasteners. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നട്ട്സ്, ബോൾട്ട്സ്, സ്റ്റഡ്സ്, മെഷീൻ സ്ക്രൂസ്, കപ്ലിങ്സ്, കീസ്. ഇതെല്ലാം ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെല്ലാം നമുക്ക് അഴിച്ചു മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് സ്ക്രൂഡ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയും. അപ്പം സ്ക്രൂ ഫാസ്റ്റനേഴ്സ് അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ ഒരു ടിപ്പിക്കൽ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 2 റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്ക്രൂ നോക്കുകയാണെങ്കിൽ സ്ക്രൂവിന് ഒരു ഹെഡ് ഉണ്ടാവും, ഒരു ഹെഡ് റീജിയൻ ഉണ്ടാവും, അതിനുശേഷം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷാങ്ക് പോർഷൻ ഉണ്ടാവും, അതിനുശേഷം കുറച്ച് റീജിയൻ ഇതുപോലെ ത്രെഡഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ടാവും. ഓക്കെ. അപ്പം 3 റീജിയൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് അതിൻ്റെ ഹെഡാണ്, രണ്ടാമത്തെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷാങ്ക് ഉണ്ടാവും, അതിനുശേഷം ഒരു ത്രെഡഡ് റീജിയൻ ഉണ്ടാവും. ഈ ത്രെഡിന് പല എന്താ പറയുക, നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കും. ത്രെഡിൻ്റെ പാരാമീറ്റേഴ്സ് ആണെന്ന് നമ്മളതിനെ പറയുക. ദർ ആർ ഡിഫറെൻറ്റ് സ്ക്രൂ ത്രെഡ് പാരാമീറ്റേഴ്സ്.
or parameters which define a screw thread. അതിനെയാണ് നമ്മൾ സ്ക്രൂ ത്രെഡ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ക്രൂ ത്രെഡ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് you can see in this figure. First is major diameter. അപ്പോൾ ഒരു സ്ക്രൂ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രൂ ത്രെഡ് നോക്കിയാൽ you have pointed surfaces like this. അപ്പോൾ ത്രെഡ്സിനകത്ത് ഇതുപോലെ പോയിന്റഡ് ആയിട്ടുള്ള സർഫസസ് ഉണ്ട്, ടോപ്പ് പോർഷൻസ്. അതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്, CREST, ക്രസ്റ്റ്. അതുപോലെ ഓരോ ത്രെഡിനും ഓരോ വാലി പോയിന്റ്സ് ഉണ്ട്, താഴ്ന്ന പോയിന്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രസ്റ്റ് ഉണ്ട്, റൂട്ട് ഉണ്ട്. അഗെയിൻ വി ഹാവ് എ സ്ലാൻഡഡ് സർഫസ്, ചരിഞ്ഞിരിക്കുന്ന ഒരു സർഫസ് ഉണ്ട്. സോ ദിസ് സ്ലാൻഡഡ് സർഫസ് വി കോൾ ഇറ്റ് ആസ് ദി ഫ്ലാങ്ക്. ഓക്കെ, അപ്പം ഒരു സ്ക്രൂ ത്രെഡിൻ്റെ സർഫസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് ഏരിയാസ് ഇതൊക്കെയാണ്. ടോപ്പ് പോർഷനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും, ബോട്ടം പോർഷനെ നമ്മൾ റൂട്ട് എന്ന് വിളിക്കും, സ്ലാൻഡഡ് പോർഷനെ നമ്മൾ ഫ്ലാങ്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡയാമീറ്റേഴ്സ് വരുന്നത് 3 ഡിഫറെൻറ്റ് ഡയാമീറ്റേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് ഈസ് മേജർ ഡയമീറ്റർ. സോ മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു കൺസിഡർ ദ ടോപ്പ് ക്രസ്റ്റ് റീജിയൻ ആൻഡ് ദി ബോട്ടം ക്രസ്റ്റ് റീജിയൻ, ഈ 2 റീജിയൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 റീജിയൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡയമീറ്റർ, അതാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രസ്റ്റിൽ കൂടെ എല്ലാം പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ, താഴെയും അതുപോലെ വരച്ചു കഴിഞ്ഞാൽ, ദ ഡയമീറ്റർ or the distance between these 2 lines is known as the major diameter. Then minor diameter. Minor diameter എന്ന് പറയുന്നത് നമ്മൾ ഈ റൂട്ട് സർഫസിൽ കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കും, മുകളിലും താഴെ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ if you are measuring the distance between these 2 lines, then that diameter is known as the minor diameter. ഇനി ഈ മേജർ ഡയമീറ്ററിൻ്റെയും മൈനർ ഡയമീറ്ററിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഡയമീറ്റർ ഉണ്ട്, ദാറ്റ് ഈസ് ദി പിച്ച് ഡയമീറ്റർ. സോ പിച്ച് ഡയമീറ്റർ ഈസ് ആക്ച്വലി നോട്ട് മെഷറബിൾ, നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ബൈ കാൽക്കുലേഷൻ. സോ സപ്പോസ് വി ഹാവ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ മിഡിൽ ഓഫ് ദീസ് 2 പോയിന്റ്സ്. നമ്മുടെ ക്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ റൂട്ടിൻ്റെയും ഇടയ്ക്കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, നടുക്കൂടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, then that distance between this top and bottom lines, that is known as the pitch diameter. So the pitch diameter is actually the diameter of an imaginary circle or imaginary cylinder. ഒരു സിലിണ്ടർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഇമാജിനറി സിലിണ്ടറിൻ്റെ ഒരു ഡയമീറ്റർ ആണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. And in that diameter we can see that this distance actually will represent the pitch P. അപ്പോൾ the pitch diameter is actually an imaginary diameter. യൂഷ്വലി നമുക്കത് കാണാൻ പറ്റത്തില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തൊരു ഡയമീറ്റർ ആണ്, ഒരു ഇമാജിനറി ഡയമീറ്റർ ആണ്. ഓക്കെ, സോ ഓൾ ദ കാൽക്കുലേഷൻസ് ഫോർ ദ സ്ക്രൂ ത്രെഡ് ആർ ബേസ്ഡ് ഓൺ പിച്ച് ഡയമീറ്റർ. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ത്രെഡിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, so that is pitch diameter. ഇനി we have something known as pitch. So what is pitch? ഇപ്പോൾ സ്ക്രൂവിൻ്റെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ഒരു പോയിന്റ് നമ്മൾ എവിടെയെങ്കിലും കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. So in this screw thread we are considering a point here. So in the next adjacent screw thread, if we are considering the same point on the next screw thread, then the distance between these 2 lines or these 2 points is known as the pitch. So pitch എന്ന് പറഞ്ഞാൽ it can be or the points can be located anywhere. എവിടെ വേണമെങ്കിലും നമുക്ക് ആ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അഡ്ജസൻ്റ് അല്ലെങ്കിൽ തൊട്ട് അടുത്തുള്ള സ്ക്രൂ ത്രെഡിൻ്റെയും അതേ പോയിന്റ് തന്നെ നമ്മൾ വീണ്ടും അതിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. So if you are locating a point, this point on this particular thread, then ഈ തൊട്ടടുത്ത ത്രെഡിലും അതേ പോയിന്റ് തന്നെ നമ്മൾ അവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. സ്ക്രൂവിൻ്റെ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പിച്ചാണ്. കുറഞ്ഞ പിച്ചസിലുള്ള സ്ക്രൂസും ഉണ്ട്, കൂടിയ പിച്ചുള്ള
സ്ക്രൂ ആണ്. സോ പിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് പോയിന്റ്സ് which are located on adjacent threads. ഓക്കെ, അപ്പോൾ അത് പിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെ വേണമെങ്കിലും ലൊക്കേറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഏത് പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. പക്ഷേ തൊട്ടടുത്ത ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ അതേ പോയിന്റ് തന്നെ അടുത്ത ത്രെഡിലും ലൊക്കേറ്റ് ചെയ്യണം. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു അഡ്ജസൻറ്റ് പോയിന്റ്സ് റെപ്രസെൻറ്റ് ദ പിച്ച്. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ യൂഷ്വലി നമുക്ക് ഒരു സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണ് എപ്പോഴും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് അല്ലേ? കാരണം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു മിഡ് പോയിന്റ് ആണ് സെലക്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ത്രെഡിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ത്രെഡിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പിച്ച് എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കാറുള്ളത്. ദ മിഡ് പോയിന്റ്സ് ഓർ എനി പെർട്ടിക്കുലർ പോയിന്റ് വിച്ച് ക്യാൻ ബി ലൊക്കേറ്റഡ്. ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ തൊട്ടടുത്ത ത്രെഡിൽ നമുക്ക് അതേ പോയിന്റ് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദ പിച്ച്. ഓക്കെ, സോ മേജർ ഡയമീറ്റർ കവർ ചെയ്തു, മൈനർ ഡയമീറ്റർ കവർ ചെയ്തു. പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മേജറിൻ്റെയും മൈനറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഇമാജിനറി ഡയമീറ്റർ ആണ്. ദെൻ ആംഗിൾ ഓഫ് ദി ത്രെഡ്, അതായത് ഒരു ത്രെഡ്, രണ്ട് ത്രെഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഫ്ലാങ്ക് സർഫസുകൾ തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ, ഈ ഒരു ആംഗിളാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. So that is the angle of the thread or the thread angle. So this thread angle varies. പല different angles ഉണ്ടാവും depending on the type of thread. ഓരോ ത്രെഡ്സിനും അതിൻ്റെതായിട്ടുള്ള ത്രെഡ് ആംഗിൾസ് ഉണ്ടാവും, അതിന് ഓരോ യൂസസ് ഉണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ട കാര്യം ഇതാണ് എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സ്റ്റേണൽ ത്രെഡ്. എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ സ്ക്രൂവിലൊക്കെ കാണുന്ന പോലെ, സ്ക്രൂവിൽ കാണുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സ്റ്റേണൽ ത്രെഡ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് സ്ക്രൂസിൽ, ബോൾട്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ത്രെഡുകളെല്ലാം എക്സ്റ്റേണൽ ത്രെഡുകളാണ്. ഇനി നമ്മൾ നട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നട്ടിന് അകത്തായിരിക്കും അതിൻ്റെ ത്രെഡ് ഉള്ളത്. സോ ദി ത്രെഡ്സ് വിച്ച് കനോട്ട് ബി സീൻ ഫ്രം ഔട്ട്സൈഡ് വിച്ച് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദേ ആർ നോൺ ആസ് ഇന്റേണൽ ത്രെഡ്. അപ്പോൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. ത്രെഡ് ആ ഒരു പാർട്ടിനകത്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അകത്തേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ത്രെഡ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, നമ്മൾ നട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നട്ട്സിൻ്റെ അകത്തായിരിക്കും ആ ഒരു ത്രെഡ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻ ഇന്റേണൽ ത്രെഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡയമീറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും ഇന്റേണൽ ത്രെഡിൻ്റെയും പാരാമീറ്റേഴ്സ് വരുന്നത് സെയിം തന്നെയാണ്. ദി ഓൺലി തിങ് ഇസ് എക്സ്റ്റേണൽ ത്രെഡ് നമുക്ക് വെളിയിൽ നോക്കിയാൽ കാണാൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇന്റേണൽ ത്രെഡ് ഇറ്റ് ഇസ് കട്ട് ഇന്റേണൽ ടു ദാറ്റ് പാർട്ട്, അകത്താണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലീഡ് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററും കൂടെ ഉണ്ട്. ലീഡ് നമുക്ക് മെഷർ ചെയ്യാനായിട്ടല്ല. ലീഡ് പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു സ്ക്രൂ നമ്മൾ ഒരു സർഫസിൽ ടൈറ്റൻ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സ്ക്രൂവിൻ്റെ ഒരു അതിൻ്റെ ഹെഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വുഡൻ ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർഫസിലേക്കോ നമ്മൾ ഈ ഒരു സ്ക്രൂ എടുത്ത് ടൈറ്റൻ ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളത് തിരിച്ച് അതിനെ ടൈറ്റൻ ചെയ്യുകയാണ്. സോ ഒരു പ്രാവശ്യം ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് സ്ക്രൂ ഹെഡ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ടേൺ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു സ്ക്രൂ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് മൂവ് ചെയ്യുക? അതായത് സ്ക്രൂവിനെ നമ്മൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ടേൺ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ ഐദർ ഇൻസൈഡ് ഓർ വെദർ ഇറ്റ് ഈസ് മൂവിങ് ഔട്ട്സൈഡ്. അകത്തേക്കോ പുറത്തേക്കോ അത് തിരിയുകയാണെങ്കിൽ, മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ സ്ക്രൂ ഹെഡ്? So that will be equal to 1 pitch distance. ആ ഒരു 1 pitch ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡ് ഓഫ് ദി സ്ക്രൂ. സോ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്ക്രൂ ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. യൂഷ്വലി അതിൻ്റെ പിച്ചിൻ്റെ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അതിൻ്റെ ലീഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സ്ക്രൂ എടുത്ത് ഒരു സർഫസിലെടുത്ത് തിരിച്ച് വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സപ്പോസ്
അത് ടേൺ ചെയ്ത് ഇതിൻ്റെയാണ് ഇതിൻ്റെ സ്ക്രൂ പോയിന്റ് എങ്കിൽ ഇതാണ് സർഫസ് എന്ന് വിചാരിക്കുക. സർഫസിലേക്ക് നമ്മൾ ഇതിനെ ടേൺ ചെയ്യുമ്പോൾ ഒരു പിച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും അതകത്തേക്ക് കയറുക. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ ഇൻസൈഡ് ഓർ ഇൻ ടു ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പിച്ച് ഡിസ്റ്റൻസ്. ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലീഡ് ഇസ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ when the screw is turned through a 360 degree or when the screw is completely rotated one time. ഒരു പ്രാവശ്യം തിരിക്കുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസാണ് ലീഡ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മിക്ക ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനും ചോദിക്കാറുണ്ട്, ലീഡാണോ പിച്ചാണോ എന്താണോ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പിച്ച് ഡിസ്റ്റൻസ്. ഒരു പിച്ച് ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്, പക്ഷേ അതിനെ വിളിക്കുന്ന പേര് എന്ന് പറയാൻ ലീഡ് എന്നായിരിക്കും. Okay, then coming to the different types of threads. So different types of screw threads can be seen. നിങ്ങൾ എല്ലാ ടൈപ്പും കണ്ടിട്ടുണ്ടാവില്ല. നോർമലി നിങ്ങൾ കാണാൻ സാധ്യതയുള്ള 2 ടൈപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, ഇതും അതുപോലെ ഇതും. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡുകളാണ്. സോ യൂഷ്വലി നിങ്ങൾ ഇതായിരിക്കും കണ്ടിട്ടുണ്ടാവുക, ചില കേസിൽ നിങ്ങൾക്ക് ഇതും കാണാനായിട്ട് സാധിക്കും. So what are the different types of screw threads? So first one is V thread. It is a sharp V thread. അതിൻ്റെ നിങ്ങൾ അതിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ സർഫസ് നോക്കിയാൽ ഇതുപോലെ ഇരിക്കും സ്ക്രൂ ത്രെഡുകൾ. ദി ആംഗിൾ ബിറ്റ്വീൻ സ്ക്രൂ ത്രെഡ്സ് ഇസ് 60 ഡിഗ്രി. അത് ഓർത്തിരിക്കുക. ഫോർ എ V thread, angle between the flanks or the thread angle will be equal to 60 degree. Okay. പല പിച്ചിലുള്ള സ്ക്രൂസ് ഉണ്ട്, അപ്പോൾ നമുക്ക് പിച്ച് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ദർ ഇസ് എ പിച്ച്, ഷോർട്ട് പിച്ച് ആയിട്ടുള്ള ടൈപ്പ് സ്ക്രൂ ത്രെഡ്സ് ഉണ്ട്, ലോങ് പിച്ച് വളരെ കൂടിയ പിച്ചുള്ള ടൈപ്പ് സ്ക്രൂ ത്രെഡ്സും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ ത്രെഡ്, അതായത് ടോട്ടൽ സ്ക്രൂ ത്രെഡിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഫ്രം ദി റൂട്ട് ടു ദി ടോപ്പ് അല്ലെങ്കിൽ ക്രസ്റ്റ്, റൂട്ട് തൊട്ട് അതിൻ്റെ ക്രസ്റ്റ് വരെയുള്ള ആ ഒരു ഹൈറ്റ് എത്രയാണ്. That is given by 0.87 times the pitch distance. So pitch എത്രയാണ്, ഇപ്പോൾ 1.25 mm ആണെങ്കിൽ this height will be equal to 0.87 into 1.25. pitch 3 mm ആണെങ്കിൽ this height will be equal to 0.87 into 3 mm. Okay, so it depends on the pitch value. പക്ഷേ ഈ ഒരു ഫാക്ടർ നിങ്ങൾ ഓർത്തിരിക്കുക, 0.87 p ആയിരിക്കും ഇതിൻ്റെ ക്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ട്രഫ് അല്ലെങ്കിൽ റൂട്ടിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so the angle will be equal to 60 degree. Thread angle 60 degree ആണ്. That is for a V type thread, sharp V. Sharp എന്ന് വിളിക്കാൻ കാരണം it is very pointed. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രെഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് it is used for locating positions. അതായത് കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും പൊസിഷൻ ലൊക്കേറ്റ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ആ ഒരു സിറ്റുവേഷൻസിലാണ് ഈ ടൈപ്പ് ത്രെഡുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ സിറ്റുവേഷൻസിലല്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്ന സിറ്റുവേഷൻസിലാണ് സാറിന് നമ്മൾ ഷാർപ്പ് V ത്രെഡ്സ് യൂസ് ചെയ്യാറുള്ളത്. Then we have the pointed structure, that is why it is known as a V thread. ഒരു V ഷേപ്പ് ആണ്, പോയിന്റഡ് ഷേപ്പ് ആണ്, അതുകൊണ്ടാണ് ഷാർപ്പ് V എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത്, പോയിന്റഡ് സ്ട്രക്ചേഴ്സ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ സർട്ടൺ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് മെഷർമെൻറ്റ്സ്. നമ്മൾ അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഷാർപ്പ് V ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. Then we have the next type known as the Whitworth thread, British Standard Whitworth. British Standard Whitworth, BSW thread എന്ന് അതിനെ വിളിക്കും. ഓക്കെ, കാരണം അത് ബ്രിട്ടനിൽ വളരെയധികം പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ത്രെഡ് ആണ്, അതുകൊണ്ടാണ് അതിനെ BSW അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഫൈല് നമ്മുടെ V ടൈപ്പ് ത്രെഡ്സുമായിട്ട് വളരെ സിമിലർ ആണ്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ദ ക്രസ്റ്റ് പോർഷൻ ഇസ് റൗണ്ടഡ്. ഒരു റൗണ്ടഡ് എഡ്ജിലാണ് നമ്മുടെ ക്രസ്റ്റ് പോർഷൻ ഉള്ളത്. അപ്പോൾ മിക്ക ത്രെഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ സ്ക്രൂ ത്രെഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സർഫസ് ആണ്, നമുക്ക് ഈ ഒരു പ്രൊഫൈലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എഡ്ജസ് ഷാർപ്പ് ആയിരിക്കത്തില്ല, ചെറുതായിട്ടൊന്ന് റൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ റൗണ്ടഡ് ആയത് കാരണം ദേ വിൽ ബി സ്ട്രോങ്, പെട്ടെന്ന് ഇതുപോലെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് ഉള്ള സാധ്യതയില്ല.
അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡാണ് വിറ്റ്വർത്ത് ത്രെഡ്, BSW ത്രെഡ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ ത്രെഡ് ആംഗിൾ ഓഫ് BSW ത്രെഡ് ഈസ് 55 ഡിഗ്രി. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ത്രെഡ് ആംഗിൾ ഓഫ് വിറ്റ്വർത്ത് ത്രെഡ് ഈസ് 55 degree. Then again we have the pitch can be any value, and the height is given by the distance between the crust and the root. This distance is given by 0.64 p. നേരത്തെ കേസിൽ 0.87 p ആയിരുന്നു, ഇതിൽ വന്നപ്പോൾ 0.64 p ആണ്. ആൻഡ് ചെറിയൊരു റേഡിയസ് ആണ് നമ്മൾ ഇതിൻ്റെ ക്രസ്റ്റ് പോർഷനിൽ കൊടുക്കുക, and that radius is given by 0.14 into the pitch distance. So pitch distance മാറുന്നതനുസരിച്ച് ഈ വാല്യൂസ് എല്ലാം മാറും, റേഡിയസ് അതുപോലെ ഈ ഹൈറ്റ് എല്ലാം മാറും. ഓക്കെ, സിമിലർലി ദ ക്രസ്റ്റ് പോർഷൻ ആൻഡ് ദി ട്രഫ് പോർഷൻ, അപ്പോൾ രണ്ട് പോർഷൻസും ഒരു റൗണ്ട് എഡ്ജ് നമ്മൾ കൊടുക്കും, ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എഡ്ജ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രൂ ത്രെഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. ഇതിൻ്റെ കേസിൽ കുറച്ച് റഫ് ആയിരിക്കും, കാരണം നല്ല ഫ്രിക്ഷൻ അനുഭവപ്പെടും. ഷാർപ്പായിട്ടുള്ള ജോയിൻറ്റ്സ് ആയതുകൊണ്ട്, സർഫസസ് ആയതുകൊണ്ട് ഈ സ്ക്രൂസ് ടേൺ ചെയ്യുമ്പം ഒരുപാട് ഫ്രിക്ഷൻസ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഫോർ എ ഷാർപ്പ് വി ജോയിൻറ്റ്. വെറാസ് വിറ്റ്വർത്ത് ത്രെഡ് ഒരു സ്മൂത്ത് സർഫസ്, ഒരു കർവ്ഡ് സർഫസ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ത്രെഡ്സ് എല്ലാം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊസിഷൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ കോമൺലി യൂസ്ഡ് ത്രെഡാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് BSW ത്രെഡ് എന്ന് പറയുന്നത്. Then we have buttress thread. Buttress thread എന്ന് പറഞ്ഞാൽ it is used for power transmission in one direction. ഒരു ഡയറക്ഷനിലുള്ള പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ത്രെഡുകളാണ് ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരിടത്ത് ഒരു സ്റ്റീപ്പായിട്ടുള്ള ഫേസ് ആണ് ഒരു ഫ്ലാങ്ക് സർഫസിനുള്ളത്, പിന്നെ ഒരു ഫ്ലാറ്റ് സർഫസ് വന്നു, പിന്നെ ഉള്ള ഫ്ലാങ്ക് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലാൻഡഡ് സർഫസ് ആണ്. ഓക്കെ, സോ ദ സ്ലാൻഡഡ് സർഫസ് ആൻഡ് ദി ഫ്ലാറ്റ് സർഫസ് ആൻഡ് എ വെർട്ടിക്കൽ, ഓൾമോസ്റ്റ് വെർട്ടിക്കൽ സർഫസ്, അങ്ങനത്തെ ഒരു പ്രൊഫൈൽ വരുന്ന ത്രെഡാണ് ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബട്രസ് ത്രെഡിനകത്ത് നമ്മൾ പിച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻ ഡിനോട്ട് ഇറ്റ് ബൈ P. ആൻഡ് ഈ ടോപ്പ് ക്രസ്റ്റ് സർഫസിൽ കുറച്ച് പോർഷൻ ഒന്ന് ഫ്ലാറ്റ് ആയിരിക്കും. ആ ഫ്ലാറ്റ് സർഫസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.16 p. അപ്പോൾ ഈ ഒരു ഫ്ലാങ്ക് സർഫസ് പ്യുവർലി വെർട്ടിക്കൽ അല്ല, 90 ഡിഗ്രിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 90 ഡിഗ്രി -7, ദാറ്റ് ഈസ് 83 ഡിഗ്രീസ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 83 ഡിഗ്രീസ്. പിന്നെ ഇവിടെ ഒരു നോർമൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ നോർമലും ഈ സ്ലാൻഡഡ് സർഫസും തമ്മിലുള്ള ആംഗിൾ, ദാറ്റ് ഈസ് ദി ത്രെഡ് ആംഗിൾ, വിൽ ബി ഈക്വൽ ടു 45 ഡിഗ്രി. സോ 45 ഡിഗ്രി വിൽ ബി ദ ത്രെഡ് ആംഗിൾ ഫോർ എ ബട്രസ് ത്രെഡ്, ആൻഡ് the distance between the crust and the root, that is the height of the thread, is equal to 0.66 p. അത്രയും പാരാമീറ്റേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. Then we have a square thread. Square thread സാധാരണ യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷൻ ഇൻ ബോത്ത് ഡയറക്ഷൻസ്. ഇപ്പോൾ ബട്രസ് ത്രെഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷനിലേക്ക്, അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഈ തരത്തിലുള്ള സ്ക്രൂസ് എല്ലാം ഒരു ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ, അതായത് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഐദർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ക്രൂ ത്രെഡ് ടേൺ ചെയ്യാൻ സാധിക്കുള്ളൂ, കാരണം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂ. വേറെ സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻസ്. രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് ത്രെഡിൽ വഴി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ കാറിന് അല്ലെങ്കിൽ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രൂ ജാക്ക്. നമ്മൾ ടയറൊക്കെ പങ്ചർ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പൊക്കി വെക്കത്തില്ല, ജാക്ക് വെച്ചിട്ട്, സ്ക്രൂ ജാക്ക് വെച്ചിട്ട് അത് പൊക്കി ഹൈറ്റ് ചെയ്ത് വെക്കും അല്ലേ. ഇപ്പം പല വെഹിക്കിൾസിലും സാറിന് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് ജാക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ ചെറിയ കാഴ്സിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ സപ്ലൈ ചെയ്യും, ഒരു സ്ക്രൂ ജാക്ക് സപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിനെ സ്ക്രൂവിനെ ടേൺ ചെയ്തിട്ടാണ് അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത്. സ്ക്രൂ ജാക്കിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ആ വെഹിക്കിളിനെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ടയർ നമ്മൾ അത് ഊരിയെടുക്കുകയും അതുപോലെ തന്നെ വേറെ ടയർ ഇടുകയൊക്കെ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് പർപ്പസ് വി ക്യാൻ യൂസ് സ്ക്വയർ ത്രെഡ്. അപ്പോൾ അങ്ങനത്തെ സ്ക്രൂ ജാക്സിൻ്റെയൊക്കെ ത്രെഡ് നിങ്ങളൊന്ന്
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ സെക്ഷൻ ആയിരിക്കും, ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൈഡിലേക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഹെവി ലോഡ്സ് എടുക്കുന്ന ടൈപ്പ് ത്രെഡ്സ് ആണ് ഈ സ്ക്വയർ ത്രെഡുകൾ. ഹെവി ലോഡ് വരുന്നിടത്തെല്ലാം നമുക്ക് സ്ലിപ്പ് ഒഴിവാക്കാനായിട്ട് ആണ് ഈ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രൂ ജാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ പ്രഷേഴ്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരിക. അല്ലെ, വെഹിക്കിളിൻ്റെ ഓൾമോസ്റ്റ് നല്ലൊരു വെയിറ്റ് അത് എന്താ പറയുക ഒന്ന് സസ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അതൊന്ന് വെയിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്ലിപ്പ് ചെയ്യാനോ പാടില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഡേഞ്ചർ, വളരെ അപകടം ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്ക്വയർ ക്രോസ് സെക്ഷനാണ് കൊടുക്കാറുള്ളത്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ great pressures. Then Acme thread. So Acme thread എന്ന് പറഞ്ഞാൽ it is a variation of square thread. Square threadനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇൻ കൺസ്ട്രക്ഷൻ ഇറ്റ് ഇസ് മച്ച് മോർ സ്ട്രോങ്ങർ ബിക്കോസ് ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടെ കൂടുതലാണ്, അത് ക്രസ്റ്റിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടെ കുറയും. സോ സച്ച് എ ക്രോസ് സെക്ഷൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ Acme thread. അപ്പം സ്ക്വയർ ത്രെഡിൻ്റെ പാരാമീറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിച്ച് ഉണ്ട്, പിച്ച് പി, ആൻഡ് ദി വിഡ്ത്ത് ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദ ത്രെഡ്, സ്ക്രൂ ത്രെഡ് ഇസ് ഗിവൺ ബൈ 0.5 p and the thread angle is 90 degrees. Acme thread വരുമ്പോൾ again the total width is 0.5 p, its total height is 0.5 p and the width between the centers, ഒരു പിച്ച് ഡയമീറ്റർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇഫ് എ ലൈൻ ഇസ് ഡ്രോൺ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം സർഫസ്, ഇടയ്ക്കൂടെ ലൈൻ നമ്മൾ വരച്ചാൽ the width of that 2 points will be given by 0.5 p. അപ്പോൾ ഹൈറ്റ് 0.5 p ആണ്. ഇതിൻ്റെ നടുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.5 p ആണ്. ആൻഡ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് പോർഷൻ, ക്രസ്റ്റ് പോർഷനിൽ വരുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.37 p ആണ്. ദെൻ ത്രെഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു 29 degrees. അപ്പോൾ ആക്മി ത്രെഡിൻ്റെ ത്രെഡ് ആംഗിളും ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. 29 degrees ആണ് ത്രെഡ് ആംഗിൾ, 0.5 p is the thread height, ടോപ്പ് ക്രസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.37 p ആണ്, ആൻഡ് മിഡിൽ പോർഷനിലുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.5 p ആണ്. ഓക്കെ, ദെൻ worm gear or worm thread is actually another variation of Acme thread. ആക്മയുടെ തന്നെ ഒരു പ്രൊഫൈൽ ഷേപ്പ് ആണ്, പക്ഷേ ദി ഓൺലി ഡിഫറൻസ് ഈസ് ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്, ത്രെഡിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ ഡീപ്പാണ്, കുറച്ചുകൂടെ ഡെപ്ത് ആണ്. ആംഗിൾ സെയിം ആണ്, 29 degrees. വേം ത്രെഡിനകത്തും 29 degrees ആണുള്ളത്. ആൻഡ് ഇതിൻ്റെ ക്രസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ വിഡ്ത്ത് കുറവായിരിക്കും, 0.34 p ആണ്, ആൻഡ് ദി ഹൈറ്റ് ഈസ് 0.69 p. സോ ആക്മെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ എന്താ പറയുക, യൂഷ്വലി എൻഗേജ് ചെയ്യാനും പെട്ടെന്ന് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിലാണ് ആക്മെ ത്രെഡുകൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ലേത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് ദി ലീഡ് സ്ക്രൂ. ഇപ്പോൾ ലേത്ത് നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ ലേത്തിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സൈഡിലായിട്ട് അതിൻ്റെ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ലീഡ് സ്ക്രൂവിലാണ് ആ ലേത്തിൻ്റെ ക്യാരേജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ലീഡ് സ്ക്രൂ വെച്ചിട്ടാണ്. സോ ലീഡ് സ്ക്രൂ റൊട്ടേറ്റിംഗ് ആയിരിക്കും. ആ ലീഡ് സ്ക്രൂ ഒരു സ്പ്ലിറ്റ് നട്ട് മെക്കാനിസമായിട്ട് എൻഗേജ്ഡ് ആണ്. ഓക്കെ, സോ ആ എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റും ആ സ്പ്ലിറ്റ് നട്ടിൽ ചെയ്യുന്നത് ഈ ഒരു ആക്മെ ത്രെഡിൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ, so Acme thread is used in applications where we need to engage and disengage two different mechanisms or two different applications. അങ്ങനത്തെ കേസിലാണ് ആക്മെ ത്രെഡ് വരുന്നത്. വേം യൂസ് ചെയ്യുന്നത് സാധാരണ വേം ഗിയർ അല്ലെങ്കിൽ വേം മെക്കാനിസംസിലാണ്, വേം വീലിലാണ്, വേർ വി നീഡ് ടു അച്ചീവ് എ സിഗ്നിഫിക്കൻറ്റ് വെലോസിറ്റി ഡിഫറൻസ്. ഇപ്പോൾ ഹൈ വെലോസിറ്റിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ലോ വെലോസിറ്റിയിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ നമ്മളൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗിയർ അല്ലെങ്കിൽ വീൽസ് ഒക്കെയാണ് വേം വീൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വേം വീൽസിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ത്രെഡാണ് വേം ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു 1000 RPM പെട്ടെന്ന് തന്നെ 1 RPM റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം വേം ആൻഡ് വേം വീൽ അറേഞ്ച്മെന്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ വളരെ ഹൈ ആയിട്ടുള്ളൊരു സ്പീഡ് റിഡക്ഷൻ റേഷ്യോ ആണ് നമുക്കവിടെ വരുന്നത്. 1000:1. 1000 RPM നിന്ന് 1 RPM കുറയ്ക്കുക. സോ അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് റിഡക്ഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ വേം ആൻഡ് വേം വീൽ അറേഞ്ച്മെന്റ് വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേം ടൈപ്പ് ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്. Then how do we represent or designate a thread? എങ്ങനെയാണ് ഒരു ത്രെഡിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു ത്രെഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ത്രെഡിൻ്റെ എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഡയമീറ്റർ. മാക്സിമം നമ്മളതിനെ നോമിനൽ ഡയമീറ്റർ എന്നും പറയും. സോ ദി മാക്സിമം ഡയമീറ്റർ ഓർ ദി നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, രണ്ട് ത്രെഡുകളുടെ ക്രസ്റ്റ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഈ ഒരു ക്രസ്റ്റ് സർഫസും ഈ ഒരു ക്രസ്റ്റ് സർഫസും നമ്മൾ കൺസിഡർ ചെയ്താൽ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ക്രസ്റ്റ് സർഫസസ് ഇസ് നോൺ ആസ് ദി മേജർ ഡയമീറ്റർ. അപ്പോൾ മേജർ ഡയമീറ്ററിനെയാണ് നമ്മൾ മാക്സിമം ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ എന്നൊക്കെ വിളിക്കുന്നത്. സോ ദി മേജർ ഡയമീറ്റർ or the maximum diameter is represented by m. M10 represents the what is the maximum diameter. അപ്പോൾ ഇതിൻ്റെ കേസിനകത്ത് maximum diameter എന്ന് പറയുന്നത് 10 mm ആണ്. or the nominal diameter or the maximum diameter is given by 10 mm. ഓക്കെ, ഇനി 1.25. അപ്പോൾ മാക്സിമം ഡയമീറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു M10. സോ M10 എന്ന് പറഞ്ഞാൽ 10 mm ആണ് അതിൻ്റെ മാക്സിമം ഡയമീറ്റർ, ഇൻറ്റു 1.25. 1.25 എന്ന് പറയുന്നതാണ് അതിൻ്റെ പിച്ചിൻ്റെ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ രണ്ട് സ്ക്രൂ ത്രെഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ട് സ്ക്രൂ ത്രെഡ്സിൻ്റെ അഡ്ജസൻറ്റ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് പിച്ച് ഡിസ്റ്റൻസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ 1.25. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ M10 ഇൻറ്റു 1.25 എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്ക്രൂ ത്രെഡ് ഹാവിങ് എ മാക്സിമം ഡയമീറ്റർ ഓഫ് 10 mm ആൻഡ് എ പിച്ച് ഓഫ് 1.25 mm. ഇനി ചില കേസിൽ നമുക്ക് ഈ M10 എന്ന് പറഞ്ഞ് മാത്രം കാണിക്കും. M10 എന്ന് പറഞ്ഞ് മാത്രം കാണിക്കുകയാണെങ്കിൽ അവിടെ പിച്ച് ഡിസ്റ്റൻസ് കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മീനിങ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അതിൻ്റെ പിച്ച് അസ്യൂം ചെയ്യാം. ഇറ്റ് ഇസ് നോൺ ആസ് കോഴ്സ് പിച്ച്. അപ്പോൾ കോഴ്സ് പിച്ചിന് പ്രീ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട് കോഴ്സ് പിച്ചിനും ഫൈൻ പിച്ചിനും. കോഴ്സ് പിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാർജ് ആയിട്ടുള്ള പിച്ച് വാല്യൂസ് ആണ്. ഫൈൻ പിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള പിച്ച് വാല്യൂസ് ആണ്. അപ്പോൾ ഇറ്റ് റേഞ്ചസ് ഫ്രം 0.4 ആൻഡ് അപ് ടു അറൗണ്ട് 6 mm വരെയുള്ള പിച്ചസ് അവൈലബിൾ ആണ്. ഇതിനകത്തുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ നമ്പർ ഓഫ് കോഴ്സ് പിച്ചസ് ആർ ഗിവൺ. അപ്പോൾ കോഴ്സ് പിച്ചസ് അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള പിച്ചസ് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂസ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ഫൈൻ പിച്ചസ് അസ്യൂം ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണ കേസിൽ നമുക്ക് തരാറുണ്ട് ഒരു മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ആൻഡ് ദ പിച്ച് വാല്യൂ. ഇനി സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണെങ്കിൽ അത് ചില കേസിൽ അത് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്വയർ ത്രെഡ് ഇസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്, SQ40/10 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ത്രെഡ് ഹാവിങ് എ മാക്സിമം ഡയമീറ്റർ അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ 40 mm ആൻഡ് പിച്ച് എന്ന് പറഞ്ഞാൽ 10 mm ആണ്. ആക്മി ത്രെഡ് 40 mm മേജർ ഡയമീറ്റർ 8 mm പിച്ച്. വേം ടൈപ്പ് ത്രെഡ് ആണെങ്കിൽ വേം ത്രെഡ് ഓഫ് 40 മാക്സിമം ഡയമീറ്റർ ആൻഡ് അല്ലെങ്കിൽ 40 മേജർ ഡയമീറ്റർ ആൻഡ് 10 mm പിച്ച്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ത്രെഡ്സിനെ എല്ലാം ഡിനോട്ട് ചെയ്യാറുള്ളത്. Then we have right hand and left hand threads. Right hand thread എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രെഡ് വരുന്നത് ഇറ്റ് ഇസ് ഇൻ എ റൈറ്റ് ഹാൻഡ് ഡയറക്ഷൻ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ സ്ക്രൂ ത്രെഡ് വരുന്നത്. റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. റൈറ്റ് ഹാൻഡ് ത്രെഡിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുമ്പോൾ സ്ക്രൂ ടൈറ്റൻ ആവും. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ടേൺ ചെയ്യുമ്പോൾ സ്ക്രൂ ലൂസനായിട്ട് അത് വെളിയിലേക്ക് വരും. സോ ദാറ്റ് ഇസ് നോൺ ആസ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് നേരെ തിരിച്ചാണ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോഴാണ് അത് അകത്തേക്ക് മൂവ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുമ്പോൾ അത് ലൂസനായിട്ട് പുറത്തേക്ക് വരും. ദാറ്റ് ഇസ് നോൺ ആസ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്.
സോ യൂഷ്വലി റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. സ്പെഷ്യൽ കേസസിൽ മാത്രമേ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് യൂസ് ചെയ്യാറുള്ളൂ. സോ പറഞ്ഞിട്ടില്ലെങ്കിൽ if it is not specified then we can assume that it is a right hand thread. Okay. Then how do we usually represent threads in a drawing? അപ്പോൾ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ ത്രെഡ്സിനെ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ദിസ് ഇസ് ദ എലിവേഷൻ. ഒരു എലിവേഷൻ ആണ്, അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മേജർ ഡയമീറ്ററിനെ നമ്മൾ വളരെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള ലൈൻസ് വെച്ച് കാണിക്കും. മേജർ ഡയമീറ്റർ വരുന്ന പോർഷൻ. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രൂ ത്രെഡ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് സ്ക്രൂ ത്രെഡിന് this thread has a major diameter of, for example, 10 mm ആണെങ്കിൽ ഇതിൻ്റെ മൈനർ ഡയമീറ്റർ സപ്പോസ് ഒരു 7 mm ആണെങ്കിൽ 7 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. റെക്റ്റാങ്കിളിനകത്ത് സോ ദിസ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 10 mm. ഇതിന് ശേഷം ഇതിന് താഴെ ലൈറ്റായിട്ട് വളരെ തിൻ ലൈൻ വരയ്ക്കും. ആൻഡ് ദിസ് തിൻ ലൈൻ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു 7, ദ മൈനർ ഡയമീറ്റർ. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഷാംഫർ സർഫസ്, ഇതുപോലെ സ്ലാൻഡഡ് സർഫസ് കാണിച്ചിട്ടുണ്ട്. സ്ലാൻഡഡ് സർഫസ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ത്രെഡിൻ്റെ എൻഡാണ്, എൻഡ് പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. സപ്പോസ് ഇതൊരു സ്ക്രൂ ആയിട്ട് വന്നിട്ട് ഇത് ഉള്ളതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സപ്പോസ് ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ഹെഡാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് ആ സ്ക്രൂ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വന്നിട്ട് ഒരു പോയിന്റഡ് സർഫസ് ആണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ത്രെഡ് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇവിടം തൊട്ട് ഈ ഒരു പോർഷൻ തൊട്ട് ആ ത്രെഡ് വരുന്ന ഒരു പോർഷൻ വരെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഒരു ത്രെഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ക്രൂ ത്രെഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആ സ്ക്രൂ ത്രെഡ് നമ്മൾ when we are drawing it diagrammatically we can show it like this. അപ്പോൾ സ്ക്രൂ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും, ഈ ഒരു പോയിന്റ് ആയിരിക്കും. ആൻഡ് ദി സ്ക്രൂ thread will end at a point here, and this distance is known as run out. The run out distance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ത്രെഡ് എത്ര ഡിസ്റ്റൻസ് വരെ ഉണ്ട്, what is the length of the screw thread, this length is known as run out. ഓക്കെ, ആ ഒരു ടേം ഓർത്തിരിക്കുക, അത് റൺ ഔട്ട് ഓഫ് ദി സ്ക്രൂ ത്രെഡ്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ സ്ക്രൂ ത്രെഡിൻ്റെ ലെങ്ത് തരികയാണെങ്കിൽ അല്ലെങ്കിൽ റൺ ഔട്ട് ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ചില കേസിൽ നിങ്ങൾക്ക് തരില്ല, യു ക്യാൻ അസ്യൂം ഇറ്റ്. ദിസ് വിൽ ബി ദ റൺ ഔട്ട് ഡിസ്റ്റൻസ്. ആൻഡ് മേജർ ഡയമീറ്റർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ തിക്ക് ലൈൻ, ബോർഡർ ലൈൻ ആണ്. തിൻ ലൈൻ കാണിക്കുന്നത് അതിൻ്റെ മൈനർ ഡയമീറ്ററിനെയാണ്. ആൻഡ് കമ്മിങ് ടു ദ ലെഫ്റ്റ് സൈഡ് വ്യൂ, നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു കാണിക്കുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡ് വ്യൂ. ആ ത്രെഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. സോ ദിസ് വിൽ ബി ദ മേജർ ഡയമീറ്റർ. ഔട്ടർ സർക്കിൾ മേജർ ഡയമീറ്റർ ആണ്. ഇന്നർ സർക്കിൾ കാണിക്കുന്നത് ദ മൈനർ ഡയമീറ്റർ ആണ്. അത് ഫുൾ സർക്കിൾ നമ്മൾ വരയ്ക്കത്തില്ല മൈനർ ഡയമീറ്ററിന്. ഓൺലി 3/4 ക്വാർട്ടർ വിൽ ബി ഡ്രോൺ. ഒരു ക്വാർട്ടർ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടും. ദിസ് ഇസ് ഹൗ വി റെപ്രസെൻറ്റ് ദ സൈഡ് വ്യൂ ഓഫ് എ ത്രെഡ്. അതുപോലെ ഇൻറ്റേർണലായിട്ട് ഹോൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, കൗണ്ടർ ബോർഡ് ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഹോളിൻ്റെ എല്ലാം ഡയമീറ്റേഴ്സ് എല്ലാം കാണിച്ചിട്ട് വെളിയിലുള്ള ത്രെഡിനെ നമ്മൾ ഇങ്ങനെ കാണിക്കും. ഇനി ഇൻറ്റേർണൽ ത്രെഡ്സ് ആണ് വരുന്നതെങ്കിൽ, ഇൻറ്റേർണൽ ത്രെഡ്സ് നമുക്ക് ഞാൻ പറഞ്ഞു ആ സർഫസ് എടുത്ത് നമ്മൾ ആ ഒരു പാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ വി ആർ റെപ്രസെൻറ്റഡ് ബൈ ഡോട്ടഡ് ലൈൻ. അപ്പോൾ ഏറ്റവും മേലുള്ള ഡോട്ടഡ് ലൈൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ ഡയമീറ്റർ ആൻഡ് ദ ഇന്നർ ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ മൈനർ ഡയമീറ്റർ. അതിനെ നമ്മൾ സെക്ഷൻ എടുത്ത് കാണിക്കുകയാണെങ്കിൽ, സെക്ഷണൽ എലിവേഷൻ ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ, സെക്ഷൻ വരയ്ക്കുമ്പോൾ യൂഷ്വലി നടുക്കത്തെ പോർഷൻ ഹോളോ ആയിരിക്കും, കാരണം അതിലെയാണ് നമ്മൾ സ്ക്രൂ ഇടുന്നത്. സോ ഹോളോ ആയിട്ടുള്ള പോർഷൻസ് സാറിന് നമ്മൾ സെക്ഷൻ ചെയ്യാറില്ല. മെറ്റൽ വരുന്ന പോർഷൻസ് മാത്രം നമ്മൾ ഇതുപോലെ സ്ലാൻഡഡ് ലൈൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും വരുന്ന പോർഷൻസും കൂടെ ലൈൻസ് വെച്ചിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. So that is the sectional view of a internal thread.
അതുപോലെ കൗണ്ടർ ബോർ അല്ലെങ്കിൽ അകത്തെ ഹോൾസോ, കൗണ്ടർ ബോർഡ്, കൗണ്ടർ സങ്ക് എന്നൊക്കെ പറഞ്ഞ് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസ് ഒക്കെ കയറ്റാൻ വേണ്ടി തരത്തിലുള്ള ഹോൾസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷണൽ എലിവേഷൻ വരുമ്പോൾ നമ്മൾ അതെല്ലാം കാണിക്കേണ്ടതായിട്ട് വരും. സോ ഇൻ ദാറ്റ് കേസ് വിൽ ബി ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ദിസ് ഇസ് ദ നോർമൽ കേസ് വെയർ ഹൗ വി റെപ്രസെൻറ്റ് ദ സ്ക്രൂ ത്രെഡ് ഡയഗ്രമാറ്റിക്കലി. സോ ഇത് ഒരു സ്ക്വയർ ത്രെഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ത്രെഡ്സ് ചിലപ്പോൾ നമുക്കത് കാണിക്കേണ്ടതായിട്ട് വരും. ടൈപ്പ് ഓഫ് ത്രെഡ്സ് കാണിക്കുമ്പോൾ നമ്മൾ ഓരോ ത്രെഡ്സിനെയും ഇങ്ങനെ ഇതുപോലെ ഇതേ രീതിയിൽ കാണിക്കേണ്ടതായിട്ട് വരും. സോ ദിസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മാത്രമേ മതി. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഹൗ വി റെപ്രസെൻറ്റ് എ സ്ക്രൂ ത്രെഡ്. Now coming to bolts and nuts, bolted joint. അപ്പോൾ സ്ക്രൂ ജോയിൻറ്റ് നമ്മൾ കഴിഞ്ഞു. അടുത്ത ബോൾട്ട്, നട്ടും ഇതെല്ലാം നമുക്ക് സ്ക്രൂ ഫാസ്റ്റനേഴ്സിനകത്ത് വരുന്നതാണ്. കാരണം നമ്മളൊരു ബോൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ സർഫസിൽ ഇതുപോലുള്ള സ്ക്രൂ ത്രെഡുകൾ കാണാനായിട്ട് സാധിക്കും. ആ ബോൾട്ടിൻ്റെ സ്ക്രൂ ത്രെഡിലാണ് നമ്മൾ നട്ട് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ എ ബോൾട്ടഡ് ജോയിൻറ്റ് യൂഷ്വലി ദർ ആർ 3 components. 3 എന്ന് പറയാൻ കാരണം അതിന് നമുക്ക് ഒരു കോമ്പണൻറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. സോ ദർ ആർ യൂഷ്വലി 3 components. വൺ ഇസ് ദ ബോൾട്ട്. ബോൾട്ടാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ഒരു ത്രെഡഡ് റീജിയൻ വരും. സോ ദിസ് ഇസ് ദ ബോൾട്ട്. ഇനി ബോൾട്ട്, വി ആർ യൂസിങ് ദിസ് ബോൾട്ട് ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ് ടു ഹോൾഡ് 2 parts ടുഗദർ. ഇപ്പോൾ 2 പാർട്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ആണ് ബോൾട്ട് എന്ന് പറയുന്നത്, അല്ലെ ബോൾട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് 2 parts 1 and 2. ഈ 2 പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബോൾട്ടും അതുപോലെ അതിൻ്റെ മേളിൽ കൂടെ ഒരു നട്ട് വെച്ചിട്ടുണ്ട്, നട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി നട്ട്, ദിസ് ഇസ് ദി നട്ട് പോർഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ബോൾട്ട്. ബോൾട്ട് ഇതുവരെ ഉണ്ട്, ഒരു റൗണ്ടഡ് എഡ്ജും ആ ബോൾട്ടിനുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദി നട്ട്. സോ ദിസ് ബോൾട്ട് ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ്, ഇത് കൂടാതെ നമുക്ക് ഒരു വാഷറും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വരും, ഒരു മെറ്റൽ വാഷർ. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നട്ടും ബോൾട്ടും മാത്രമല്ല, ആദ്യം നമ്മൾ ബോൾട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ബോൾട്ടിനകത്തൂടെ നമ്മളൊരു ചെറിയൊരു മെറ്റൽ പ്ലേറ്റും കൂടെ അതിനകത്തിട്ട് വയ്ക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് ദിസ് മെറ്റൽ പ്ലേറ്റ്? ദ റീസൺ ഇസ് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഫോഴ്സസ് യൂണിഫോംലി ടു ദ പാർട്സ്. അപ്പം ബോൾട്ട് നമ്മൾ ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വരുന്ന പ്രഷർ ഈ ഒരു മെറ്റൽ വാഷറിലേക്ക് അപ്ലൈ ചെയ്യും. മെറ്റൽ വാഷറിൽ വരുന്ന പ്രഷർ കുറച്ചുകൂടെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് നമ്മുടെ പാർട്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റൽ വാഷർ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വെക്കുന്നത്. സെക്കൻഡ് പർപ്പസ് ഓഫ് യൂസിങ് എ മെറ്റൽ വാഷർ ഈസ്, ഈ ബോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഹാർഡ് മെറ്റീരിയൽ, വളരെ ഹാർഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജസും ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റൽ പാർട്ട് ഈ ഒരു പ്രഷർ കാരണം ഡീഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബോൾട്ടിൻ്റെ എഡ്ജ് വന്ന് ടൈറ്റൻ ചെയ്ത് നമ്മൾ ആ മെറ്റൽ പാർട്ടിൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാനാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മെറ്റൽ പീസ്, ഒരു വാഷർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. സോ ദർ വിൽ ബി എ സ്മോൾ മെറ്റൽ പീസ് ഇൻ ബിറ്റ്വീൻ ദ ബോൾട്ട് ആൻഡ് ദ പാർട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ വാഷർ എന്ന് വിളിക്കുന്നത്, വാഷർ. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഇഫ് യു ഒബ്സർവ് ദിസ് വെരി കെയർഫുള്ളി, യു ക്യാൻ സീ ദിസ് ഇസ് ദ ബോൾട്ട് ഹെഡ്. ഈ ഒരു പോർഷനാണ് ബോൾട്ട് ഹെഡ് എന്ന് പറയുന്നത്. ബോൾട്ട് ഹെഡ് കഴിഞ്ഞിട്ട് വി ഹാവ് എ സിലിണ്ടറിക്കൽ പോർഷൻ ദാറ്റ് ഈസ് നോട്ട് ആസ് ദി ഷാങ്ക് പോർഷൻ. ഷാങ്ക് പോർഷൻ കുറച്ച് ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ചെറിയൊരു റൗണ്ട് എഡ്ജായിട്ട് വന്ന് അവസാനിക്കുന്നുണ്ട്. ആൻഡ് വി ക്യാൻ സീ ദ ത്രെഡ് ഹിയർ. ഒരു ത്രെഡഡ് റീജിയൻ ഇവിടെ വരുന്നതായിട്ട് കാണാം. ഒരു ത്രെഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നത് കാണാം. ആൻഡ് ദിസ് ഇസ് ദി ലൈൻ, ദി റൺ ഔട്ട് ഡിസ്റ്റൻസ്. സോ ത്രെഡ് വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് പോയിന്റ് ആൻഡ് ഇറ്റ് വിൽ എൻഡ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഇത്രയാണ് ത്രെഡിൻ്റെ ആ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദി റൺ ഓഫ് ഡിസ്റ്റൻസ്. റൺ ഔട്ട് അല്ലെങ്കിൽ റൺ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. സോ ദിസ് ഡിസ്റ്റൻസ്, അത്രയും ഡിസ്റ്റൻസിലാണ് ത്രെഡ് ആ ഒരു ബോട്ടിനകത്ത് ഉണ്ടാവുക. ആൻഡ്
നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഔട്ടർ എഡ്ജ് കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ മേജർ ഡയമീറ്റർ ആൻഡ് ഇന്നർ ലൈൻ ഷോസ് ദ മൈനർ ഡയമീറ്റർ. ഓക്കെ, ഇനി ഹൗ ടു ഡ്രോ എ ബോൾട്ട് ആൻഡ് ഹൗ ടു ഡ്രോ എ നട്ട്, അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് കുറച്ച് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് വെറുതെ അത് വരയ്ക്കാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ്, the major diameter of the thread. So first we will see how we can draw the bolt head. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്, സോറി ബോൾട്ട് അല്ല, the hexagonal nut എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്. നട്ട്, so nuts there are of two types. നട്ട് രണ്ട് ടൈപ്പുള്ള നട്ട്സ് ഉണ്ട്. One is a hexagonal nut. Hexagonal nut ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Hexagonal nut means there are 6 faces for that nut. സാധാരണ നമ്മൾ നോർമലി കാണുന്ന നട്ട്സ് ഒക്കെ ഹെക്സഗണൽ നട്ട്സ് ആണ്. 6 ഫേസസ് അതിനുണ്ടാവും. There are also square nuts. സ്ക്വയർ ഷേപ്പിലുള്ള നട്ട്സും അവൈലബിൾ ആണ്. ദിസ് ഇസ് എ സ്ക്വയർ നട്ട്. സോ സ്ക്വയർ ടൈപ്പ് നട്ട്സ് ഉണ്ട്. സ്ക്വയർ നട്ട്സിന് 4 ഫേസ് മാത്രമേ ഉള്ളൂ. ഹെക്സഗണൽ നട്ട്സിന് 6 ഫേസസ് ഉണ്ട്. ഹൗ ടു ഡ്രോ ദിസ് നട്ട്? ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിനെ വരയ്ക്കാനായിട്ട് സാധിക്കുക. രണ്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സിലാണ് നമുക്ക് ഇതിനെ വരയ്ക്കാൻ സാധിക്കുക. ദി ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് ഈസ് വെയർ ദ നട്ട് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ നട്ട് അതിൻ്റെ ഒരു ഫേസ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഒരു രീതിയിൽ വരയ്ക്കാൻ പറ്റുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ദ നട്ട് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. അതായത് ഫ്ലാറ്റ് സർഫസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പോയിൻറ്റഡ് സർഫസിൽ വന്ന് അത് ബേസിൽ നിൽക്കുന്ന രീതിയിൽ, സോ ദിസ് ഇസ് ദ ഗ്രൗണ്ട്. ഇതാണ് അടുത്ത അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് ആ ഒരു നട്ടിനെ വരയ്ക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് ദ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് അറേഞ്ച്മെൻറ്റ്. ഫസ്റ്റ് അറേഞ്ച്മെൻറ്റിൽ അതിൻ്റെ ഹെക്സഗണൽ ഫേസ് ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ, ആൻഡ് സെക്കൻഡ് ഇസ് വെയർ ഇറ്റ്സ് പോയിൻറ്റഡ് സർഫസ് ഇസ് റെസ്റ്റിംഗ് ഓൺ ദ പ്ലെയിൻ. ഈ രണ്ട് കേസിലാണ് നമുക്ക് അതിൻ്റെ ഡ്രോയിങ്സ് നോക്കേണ്ടത്. So in first case, when the bolt is resting on one of its faces, flat faces, ഇതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ പല വ്യൂസും വരയ്ക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് we have to understand what are the dimensions. So normally ഒരു ബോൾട്ട് നോക്കുകയാണെങ്കിൽ the major diameter of the bolt will be equal to D. So the major diameter എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് it represents, if you are considering a bolt, ആ ബോൾട്ട് ഞാൻ പറഞ്ഞു ബോൾട്ടിനകത്ത് ത്രെഡ്സ് ഉണ്ട്. ആ ത്രെഡിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റഫ് ആയിട്ടുള്ള ഒരു ക്രസ്റ്റ് ആൻഡ് ട്രഫ് അറേഞ്ച്മെൻ്റ് ആണ് അതിനകത്ത് വരുന്നത്, ഹിൽസ് ആൻഡ് വാലീസ്. അപ്പോൾ ഒരു ക്രസ്റ്റ് ഉണ്ട്, ഒരു ട്രഫ് പോർഷൻ അതിനുണ്ട്. അപ്പോൾ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മേജർ ഡയമീറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ട്രഫ് തമ്മിലുള്ള ആ ഒരു പോർഷൻ, ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡയമീറ്ററിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ദിസ് മേജർ ഡയമീറ്റർ ഓർ ദി മാക്സിമം ഡയമീറ്റർ, ഓൾസോ നോൺ ആസ് ദി നോമിനൽ ഡയമീറ്റർ. സോ ആ നോമിനൽ ഡയമീറ്റർ ആണ് നമ്മൾ ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡി പോർഷൻ അഗെയിൻ ഇറ്റ് വിൽ ബിക്കം ദ വിഡ്ത്ത് ഓഫ് ദിസ് ബോൾട്ട്. So this will be capital D. ഈ ഒരു width എന്ന് പറയുന്നത് capital D ആണ്. Okay. So the width or the thickness, that is known as D. Major or nominal diameter of the bolt, again it is D. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. Then the width of nut across flat surfaces. So that means രണ്ട് ഫ്ലാറ്റ് സർഫസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രണ്ട് ഫ്ലാറ്റ് സർഫസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആണ്, ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് W എന്ന് പറയുന്നത്. അഗെയിൻ ദിസ് ഇസ് എ ഫ്ലാറ്റ് സർഫസ് ആൻഡ് ദിസ് ഇസ് എ ഫ്ലാറ്റ് സർഫസ്. സോ ദിസ് ഡിസ്റ്റൻസ് അഗെയിൻ ഇറ്റ് ഇസ് ഈക്വൽ ടു W. സോ എനി ടു ഫ്ലാറ്റ് സർഫസസ് ഇഫ് യു ടേക്ക്, that distance will be equal to W. So W value, it is a standard value given by 1.5D plus 3 mm. So whatever is the maximum diameter എത്ര തന്നെ ആയാലും the width across flat sections or flat surfaces is given by this particular formula. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ട് വരും. 1.5 into D
plus 3 mm. That is a standard. Then how to draw this nut? First, if we know the value of d അറിയാമെങ്കിൽ നമുക്ക് w എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. d എന്ന് പറഞ്ഞാൽ the maximum diameter. So w value will be equal to 1.5 into d plus 3 mm. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ w value കണ്ടുപിടിച്ചു. w value കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ with that much length as the diameter, അത് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ half of that distance will be the radius. ആ ഒരു റേഡിയസ് വെച്ചിട്ട് we draw a circle. Then after drawing this circle, we can complete this hexagonal surface. ആ സർക്കിളിനെ ടച്ച് ചെയ്ത് ടാൻജൻഷ്യൽ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഹെക്സഗണൽ സർഫസിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. So that will form the outer surface of the bolt. ഇതിനുശേഷം ഇതിൻ്റെ ലൈൻസ് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ എൻഡിൽ നിന്ന് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അതുപോലെ ഈ എൻഡിൽ നിന്ന് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ ഈ സർക്കിള് വന്ന് സർക്കിളിൻ്റെ ഒരു എൻ പോയിന്റുകൾ, ഈ രണ്ട് എൻ പോയിന്റ്സ് വരുന്ന ലൈൻസ് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. യു ക്യാൻ പ്രൊജക്റ്റ് ദോസ് ലൈൻസ്. സോ ആ രണ്ട് ലൈൻസ് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷാംഫർ പോലത്തെ ഒരു ഏരിയ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ദീസ് ടു ഏരിയാസ് വി ക്യാൻ ഡ്രോ. ഇറ്റ് വിൽ ബി എ സ്മോൾ ഷാംഫർ. അതായത് ഈ റീജിയനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ദിസ് സ്മോൾ ഷാംഫർ. അപ്പോൾ ഏത് നട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു ഷാംഫർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ലാൻഡഡ് സർഫസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു ക്ലിയറൻസ് സർഫസ്. സോ ഷാംഫർ വരച്ചു, ചെറിയൊരു ഷാംഫറാണ് ഈ ഒരു ചെറിയൊരു ഷാംഫറാണ് നമുക്കവിടെ വരയ്ക്കാൻ സാധിക്കുക. ദെൻ വി ക്യാൻ ഓൾസോ പ്രൊജക്ട് ദീസ് ടു കോർണർ പോയിന്റ്സ്. ഈ രണ്ട് കോർണർ പോയിന്റ്സ് അത് തന്നെയാണ് ഈ പോയിന്റ്സും. ഇവിടെ നമുക്കത് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് മച്ച് വി ഹാവ് ഡ്രോൺ. ഇത്രയും ലൈൻ വരച്ചു, അതുപോലെ ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു. ഓക്കെ, അതിനുശേഷം വി ക്യാൻ കംപ്ലീറ്റ് ദ റേഡിയസ്. സോ ദിസ് റേഡിയസ് ആർ, there is a small radius or a small arc that has been drawn in between the radius of that chamfer. നമ്മളതിനെ chamfer arc എന്നാണ് വിളിക്കുന്നത്. chamfer arcന്റെ radius എന്ന് പറഞ്ഞാൽ it is equal to 1.5 times the diameter. So diameter 10 ആണെങ്കിൽ 1.5 into d, that is 10 mm. 10 into 1.5, that is 15 mm. So 15 mm ആ ഒരു radius എടുക്കുക. If it is the diameter is 10 mm, then you can take this radius as 15 mm. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് പോയിന്റ്സ്, ഇത്രയും ലൈൻസ് നമുക്ക് അതിനെ കിട്ടി. ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ലൈൻസ് ആണ്. ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റ്സ്, ഇവിടുത്തെ രണ്ട് പോയിന്റ്സ് വരുന്ന രീതിയിൽ അത് വരയ്ക്കണം. അതിന് മുമ്പായിട്ട് ടേക്ക് 1.5 mm ഡിസ്റ്റൻസ്, 1.5 into 10 mm distance, that is 15 mm distance, and draw an arc which connects the 3 points. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ്, ഇവിടുത്തെ പോയിന്റ്, ഇവിടുത്തെ പോയിന്റ്, ഈ 3 പോയിന്റ്സും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരയ്ക്കണം. അതായത് ഇപ്പോൾ 1.5 mm into 10 ആണെന്ന് വിചാരിക്കുക. d is 10 mm, so that is equal to 15 mm. So 15 mm ഡയമീറ്റർ നമ്മൾ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് നമുക്കറിയാം, the total width is equal to d. ആ രണ്ട് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെറിയ ലൈറ്റ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ടേക്കുക, എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കുക. സോ ഇതിൻ്റെ ആക്സിസ് നമ്മൾ വരയ്ക്കും, ആക്സിസ് നമ്മൾ വരയ്ക്കുക. ആക്സിസിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ടേക്ക് 15 mm, സോ ഇറ്റ് വിൽ കം അപ്പ് ഹിയർ, ആൻഡ് ദെൻ ടേക്കിംഗ് എ കോമ്പസ് ഡ്രോ ആൻ ആർക്ക് ഹാവിങ് 15 mm റേഡിയസ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആർക്ക് കിട്ടും. 2 to 3 കണക്ട് ചെയ്യുന്ന ഒരു ആർക്ക് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ലൊക്കേറ്റ് ദീസ് 2 പോയിന്റ്സ്. കാരണം ഇവിടുന്ന് നമ്മൾ 15 mm എടുത്തതിന് ശേഷം നമ്മൾ അത് വരയ്ക്കുമ്പോൾ ഈ ആർക്ക് ഇവിടുത്തെ ലൈനുമായിട്ട് അതുപോലെ ഇവിടുത്തെ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 and 3 ആണ്. ആ 2 and 3 മീറ്റ് ചെയ്യുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യമേ വരച്ച ആ ഒരു ഷാംഫർ അത് കംപ്ലീറ്റ് ആർക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. അതും ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ ഇത്രയും കാര്യം നിങ്ങൾ ബോൾഡായിട്ട് വരയ്ക്കണം. ഇത്രയും പോർഷൻ നിങ്ങൾ ബോൾഡായിട്ട് വരച്ച് കാണിക്കുക.
So this is the hexagonal nut. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെക്സഗണൽ നട്ടിൻ്റെ എലിവേഷൻ വരയ്ക്കുന്നത്. First of all, find out the width W. W is equal to 1.5 into D plus 3 mm. അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, അത് ഓർത്തിരിക്കുക. So take that much as the diameter. അതിൻ്റെ radius, half that distance is the radius. Using that radius, draw a circle. Circle വരച്ചതിന് ശേഷം you can complete this hexagonal figure by marking it as a tangent to this circle. അത് വരച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജസ് എല്ലാം മേളിലേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷാംഫറിൻ്റെ വാല്യൂ കിട്ടും. ഷാംഫറിൻ്റെ ഒരു ആർക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഈ കോർണേഴ്സ് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, ഈ കോർണർ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രണ്ട് ലൈൻസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം the width of the total width of അല്ലെങ്കിൽ total thickness of the nut is equal to D. So D എന്ന് പറഞ്ഞ ഒരു ഒരു width എടുത്തിട്ട് നേരത്തെ രണ്ട് ലൈൻസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ you can take this intersection point and take the distance of R is equal to 1.5 into D. R is equal to 1.5 D. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ റേഡിയസ് ഒരു ആർക്കായിട്ട് നമുക്ക് വരയ്ക്കാം. So that arc will be intersecting these two lines at points 2 and 3. 2ലും 3ലും നമുക്കത് intersect ചെയ്യും. Intersect ചെയ്ത് കഴിഞ്ഞാൽ we can complete this chamfer arc and complete this arc, 2 arcs. അങ്ങനെ ഈ രണ്ട് ആർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഈ മെയിൻ chamfer നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പോർഷൻസ് നിങ്ങളൊന്ന് ബോൾഡായിട്ട് പെൻസിൽ വെച്ച് വരച്ച് കാണിക്കുക. Okay, so that is the hexagonal nut. അതായത് നമ്മൾ ഈ ഒരു ഹെക്സഗണൽ നട്ടിനെ നമ്മൾ എലിവേഷനിൽ കാണുകയാണെങ്കിൽ ഇതൊരു ഐസോമെട്രിക് വ്യൂ ആണ്, ഒരു 3D വ്യൂ ആണ്. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ എന്തായിരിക്കും, അതാണ് നമ്മുടെ എലിവേഷനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് വെൻ ദ ഹെക്സഗണൽ നട്ട് ഈസ് റെസ്റ്റിംഗ് അറ്റ് ഇറ്റ്സ് ബേസ്, ഫ്ലാറ്റ് ബേസ്. ഇനി ഇതുപോലൊരു കോർണർ പോയിന്റിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗ വിൽ ദ എലിവേഷൻ ചേഞ്ച്? അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു പ്രൊജക്ഷൻ ഇങ്ങോട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ മാർക്കിംഗ് ദ പ്രൊജക്ഷൻ ഓഫ് ഓർ എക്സ്റ്റെൻഡിങ് ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് വ്യൂ ഹിയർ, യു വിൽ ബി ഗെറ്റിംഗ് ദ ലെഫ്റ്റ് സൈഡ് വ്യൂ. അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എലിവേഷനെ ആണെങ്കിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ വ്യൂ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ, ലെഫ്റ്റ് വ്യൂ, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഓൺ ദി റൈറ്റ് സൈഡ്. കാരണം ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് വ്യൂ റൈറ്റിലായിരിക്കും കാണുക, റൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണുക. സോ ദിസ് ഇസ് ദ ലെഫ്റ്റ് വ്യൂ ഓഫ് ദ ഹെക്സഗണൽ നട്ട്. ഇപ്പോൾ ലെഫ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ വ്യൂ വരും. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ ആസ് ദ ബേസ്, ദെൻ വാട്ട് വിൽ ബി ഓർ ഹൗ വിൽ ഇറ്റ് ലുക്ക് ലൈക്ക്? ഈ വ്യൂ ആയിരിക്കും അത് കാണിക്കുക. സോ അതിനായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്താൽ മതിയാവും. ആഫ്റ്റർ പ്രൊജക്റ്റിംഗ് വിൽ ബി ഗെറ്റിംഗ്, ഈ ഹൈറ്റ് നമുക്കറിയാം, അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കറിയാൻ പറ്റും. സോ this width will be equal to the width between these two flat surfaces. That is, ഈ W എന്ന് പറയുന്ന width ആയിരിക്കും ഇതിൻ്റെ width എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ width. ആ width വെച്ചിട്ട് നിങ്ങളൊരു ബോക്സ് പോലെ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷനും ഇതുപോലെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്തിട്ട് അതും ബോൾഡായിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം now we have to identify the radius R2. R2 എന്ന് പറഞ്ഞ് പറയാൻ കാരണം ദ മെയിൻ ഷാംഫർ ഇസ് റെപ്രസെൻറ്റഡ് ആസ് R. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഷാംഫർ ആർക്ക്, ചെറിയ ഷാംഫർ ആർക്ക് നമ്മൾ ആദ്യമേ ലൊക്കേറ്റ് ചെയ്ത് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R1. സോ ദ നെക്സ്റ്റ് റേഡിയസ് ഇൻ ദി നെക്സ്റ്റ് വ്യൂ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ R2. അതുകൊണ്ട് അങ്ങനെയാണ് അതിനകത്ത് റെപ്രസെൻറ്റേഷൻ വരുന്നത്. സോ ഇൻ ഹെക്സഗണൽ നട്ട് ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയസസ്: R, R1 ആൻഡ് R2. R എന്ന് പറയാൽ മെയിൻ ഷാംഫർ ആർക്കാണ്.
സോ ആർ എന്ന് പറയാൻ മെയിൻ ഷാംഫർ ആർക്ക്, R1 എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ വരുന്ന ഷാംഫർ ആണ് R1, ആൻഡ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ വരുന്ന when the object is when the nut is resting on one of its corners or one of its sharp corners, then the chamfer or the arc angle is denoted by R2. Okay, so how do you calculate the value of, so how to calculate the value of R2? That is given by, so നമുക്ക് already നമുക്ക് ഇവിടുത്തെ points നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇഫ് യു ആർ ഡ്രോയിങ് എ വെരി തിൻ ലൈൻ, ഒരു വെരി ലൈറ്റ് ലൈൻ, ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു തിൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് വി ക്യാൻ ഓൾസോ ഐഡന്റിഫൈ ദ മിഡിൽ പോയിന്റ്സ്. ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ലൈൻസ് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ യൂസിങ് ദിസ് ആസ് ദി മിഡിൽ പോയിന്റ് ആൻഡ് ദീസ് ടു ആസ് ദി ഔട്ടർ പോയിന്റ്സ്, വി ക്യാൻ ഡ്രോ ആൻ ആർക്ക് ഹിയർ. So these two arc, ഈ രണ്ട് ആർക്കിൻ്റെയും റേഡിയസ് ആണ് R2 എന്ന് പറയുന്നത്. സോ R2 we can identify it only geometrically. നമുക്ക് നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ only after drawing all these lines, ഈ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ജോമെട്രിക്കൽ ആയിട്ടായിരിക്കും നമ്മൾ ഈ R2 എന്ന് പറഞ്ഞ റേഡിയസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ആർക്ക് വരയ്ക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ഡ്രോയിങ് ദറ്റ് ആർക്ക്, ദെൻ ഇതിനെ നമ്മൾ വീണ്ടും ബോൾഡ് ആയിട്ട് കാണിക്കുക. ഇത്രയായിരിക്കും നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ, ദി എലിവേഷൻ ആൻഡ് ദി ടോപ്പ് വ്യൂ ഓഫ് എ ഹെക്സഗണൽ നട്ട് വിച്ച് ഇസ് റെസ്റ്റിംഗ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് bases, flat bases on the ground. So this is the method of drawing. വരയ്ക്കാനായിട്ട് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ബട്ട് ദിസ് ഇസ് ദ വെരി ഈസിയസ്റ്റ് മെത്തേഡ്. Now how to draw a square bolt, square head nut. Okay, അപ്പോൾ സ്ക്വയർ നട്ട് നമ്മൾ ഹെക്സഗണൽ നട്ട് നമ്മൾ നോക്കി, അതുപോലെ സ്ക്വയർ നട്ട് എങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ സ്ക്വയർ നട്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹാവിങ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ ലൈക്ക് ദിസ്, ആൻഡ് ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കാനായിട്ട് ഇറ്റ് ഇസ് പ്രിറ്റി മോർ സിംപ്ലർ ദാൻ ഹെക്സഗണൽ നട്ട്. സോ ഇതിൻ്റെ ഒരു സർഫസ് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഓറിയൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആൻഡ് the major diameter of the screw thread is also shown here. D represents the major diameter, and in this case again W is given by 1.5D plus 3. അപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് ചേഞ്ച് ഇല്ല. W width is equal to 1.5D plus 3 mm. So width 1.5D plus 3 mm വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് അവിടെ വരയ്ക്കാം, ആൻഡ് ഓൾസോ ഇതിനകത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജൻഷ്യലായിട്ട് പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതിനുശേഷം you can draw the elevation with D as the thickness or the width. So the thickness of the nut T, it is given by the value D. So major diameter തന്നെയാണ് the thickness, similar to the hexagonal bolt also. അതിൻ്റെ കേസിലെ പോലെ തന്നെ ഇവിടെയും D തന്നെയാണ് thickness ആയിട്ട് വരുന്നത്. And radius of chamfer arc എന്ന് പറയുന്നത് it is 2D. അപ്പോൾ D അറിയാമെങ്കിൽ 2D വാല്യൂ എടുക്കുക. 2D വാല്യൂ എടുത്തതിന് ശേഷം നമുക്ക് we can identify this point. ആ പോയിന്റിൽ നിന്ന് 2D എന്ന് പറഞ്ഞൊരു വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് we can draw, take the radius and draw an arc. അപ്പോൾ ആർക്ക് വന്ന് രണ്ട് എൻഡ് പോയിന്റ്സിൽ വന്ന് ടച്ച് ചെയ്യും. അതിനുശേഷം അത് ബോൾഡായിട്ട് അതിനെ വരച്ച് കാണിക്കുക. So this will be the elevation of the square nut. സ്ക്വയർ നട്ട് അതിൻ്റെ ഒരു സൈഡ് ഫ്ലാറ്റ് സർഫസ് അതിൻ്റെ ബേസിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് ഗ്രൗണ്ടിൽ അത് ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഉള്ള വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Now the second case is when one of its vertex is being resting on the ground. അതായത് ഈ വെർട്ടെക്സ് ആയിട്ടുള്ള പോർഷൻ, പോയിന്റഡ് പോർഷൻ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ വരുന്ന വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So again in this case you can draw this square with one side as a W. അപ്പോൾ എല്ലാ സൈഡും W തന്നെയായിരിക്കും. W is 1.5D plus 3 mm. അത് വരച്ചതിന് ശേഷം you draw the circle inside the circle.
എഡ്ജസ് ടച്ച് ചെയ്ത് ടാൻജൻഷ്യൽ ആവുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കാം. അതിനകത്ത് നമുക്ക് സ്ക്രൂ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ D എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. After that, again you can project all these lines, the outer lines. You can also draw the middle axis here and here also. അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം D എന്ന് പറഞ്ഞ വിഡ്ത്ത് എടുത്ത് 2 ലൈൻസ് വരയ്ക്കുക. You can also draw the middle portion, കാരണം ഇത് മിഡിൽ നമുക്കറിയാം ഇത് ആക്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാരണം നമുക്കത് അറിയാൻ പറ്റും. നെക്സ്റ്റ് we need to draw the radius R1. അപ്പോൾ R1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോമെട്രിക്കൽ ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ പോർഷൻ്റെ ഒരു, അതായത് ഇത്രയും വിഡ്ത്തിൻ്റെ ഒരു ഹാഫ് നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് വിത്ത് ദാറ്റ് പോയിന്റ് യു ക്യാൻ മെഷർ ആഫ്റ്റർ എക്സ്റ്റെൻഡിങ് ദ ലൈൻ ഫ്രം ഹിയർ. ഇവിടെ നിങ്ങൾ നേരത്തെ വരച്ച എലിവേഷൻ്റെ അതുപോലെ തന്നെ ആ സെയിം വിഡ്ത്ത് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റും. So that same figure is being shown here. ആ സെയിം ഫിഗർ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ സൈഡ് വ്യൂ. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത് വരച്ചു, ബോക്സ്, റെക്ടാങ്കുലർ ബോക്സ് വരച്ചു, ആ റേഡിയസ് R എടുത്തു, ആർക്ക് വരച്ചു. ആർക്ക് വരച്ച ഈ ഒരു പോയിന്റ്, അതായത് ഇവിടെ വരുന്ന ആ പോയിന്റ്, അത് അങ്ങ് സ്ലൈറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മീറ്റിംഗ് ദ ലൈൻ അറ്റ് എ സർട്ടൻ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ആ ഒരു റേഡിയസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദിസ് വിൽ ബി ദ 2 ലൈൻസ്. സപ്പോസ് നമ്മൾ മിഡിൽ ലൈൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓൾ ദീസ് ലൈൻസ് ആർ ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർക്കും അതുപോലെ ഇവിടുന്ന് ഈ പോയിന്റ് ചെയ്യുന്ന ആർക്കും, അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ യു ക്യാൻ സ്യൂട്ടബിളി സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് റേഡിയസ് ആൻഡ് ഡ്രോ ദാറ്റ് ആർക്ക്. അപ്പോൾ ആർക്ക് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു റേഡിയസ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ജോമെട്രിക്കലി മാത്രമേ ഈ R1 എന്ന് പറഞ്ഞ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. R1 ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഇല്ല. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് പോയിന്റ് ജോമെട്രിക്കലി. വരച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ പ്രൊഫൈലെല്ലാം നമുക്ക് ബോൾഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദി എലിവേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ വ്യൂ. ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സീ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ. ഇതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്താലും മതി. ഇഫ് യു ആർ പ്രൊജക്റ്റിംഗ് ദിസ് പർട്ടിക്കുലർ വ്യൂ ഹിയർ, then you can be able to obtain this particular figure. So these two figures are the same. കാരണം ഇതിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്, ഇതിങ്ങനെ ഒബ്ജക്റ്റ് ഈ രീതിയിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ എലിവേറ്റഡ് വ്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. So this is how you draw the bolt and the 2 different types of nuts, the hexagonal nut as well as the square nut. ഇനി ഇതുപോലെ തന്നെ ബോൾട്ടുകൾ നമുക്ക് വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ നട്ട്സ് മാത്രമേ നോക്കിയുള്ളൂ. ഇതുപോലെ നമുക്ക് ബോൾട്ട്സ് വരയ്ക്കണം. ഹെക്സഗണൽ ബോൾട്ട് ആൻഡ് സ്ക്വയർ ബോൾട്ട്, 2 തരത്തിലുള്ള ബോൾട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നട്ട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോൾട്ടിൻ്റെ ഹെഡും അതുപോലെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ബോൾട്ടിൻ്റെ ഹെഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.75D. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ബോൾട്ടും ഒരു നട്ടും കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും, നട്ടിനാണ് ബോൾട്ടിൻ്റെ ഹെഡിനേക്കാളും കൂടുതൽ വിഡ്ത്ത് ഉള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ഈക്വൽ ടു 0.75D. whereas for the case of a nut the width is equal to D. നട്ടിൻ്റെ കേസ് ആണെങ്കിൽ ആ വിഡ്ത്ത് എന്ന് പറയുന്നത് D ആണ്. whereas ബോൾട്ടിൻ്റെ കേസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.75D. ആ ഒരു വ്യത്യാസം മാത്രമേ ബോൾട്ടിൻ്റെ ഹെഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ദെൻ ദിസ് വിഡ്ത്ത്, ദി കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് അഗെയിൻ മറ്റേ കേസിലെ പോലെ തന്നെ ഇറ്റ് ഈസ് ഈക്വൽ ടു 2D. റേഡിയസ് വരയ്ക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞ അതേ കേസിൽ തന്നെയാണ്, അതേ പ്രൊസീജിയറാണ്. ആൻഡ് വി ഹാവ് ദി ലെങ്ത് ഓഫ് ദി ബോൾട്ട്. സോ ദിസ് മച്ച് ഇസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബോൾട്ട്. ബോൾട്ട് ഹെഡ് ഒഴിച്ച് അതിൻ്റെ എൻഡ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ ബോൾട്ടിൻ്റെ ലെങ്ത് ആയിട്ട് പറയുന്നത്. ആൻഡ്
the runoff distance or the runout distance for the thread is given by 2d. Now suppose the major diameter is given as 10 mm, d 10 mm ആണെങ്കിൽ then this runoff distance will be equal to 20 mm. Major diameter 10 mm, runoff distance 20 mm. Thickness of this nut, the bolt head will be equal to 0.75 into 10, 7.5 mm ആയിരിക്കും ഇതിന്റെ thickness, and so on. Square headed bolt എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ സെയിം as that of hexagonal bolt. 0.75 d ആണ് അതിന്റെ width, length L, runoff distance 2d, major diameter d. And in this case hexagonal കേസിൽ മാത്രം, ഹെക്സഗണലിന്റെയും സ്ക്വയർ ഹെഡഡ് ബോൾട്ടിന്റെയും കേസിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഡ്രോയിങ്സ് ഇവിടെയും വരാം. either in this case it is shown that the bolt head is resting with one of its corners on the base. അതായത് ഒരു കോർണർ ബേസിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ള ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ, ഈ രീതിയിൽ ആയിരുന്നു വരുന്നതെങ്കിൽ, then what will be the figure? ഇവിടെ നിന്നായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഡ്രോയിങ് എടുക്കുക. So in that case the drawing will be like this. നടുക്കൂടെ ഒരു വര ഉണ്ടാവും. This will be how the bolt will look like. Runoff distance ആണ് ഇത്, ആ ത്രെഡിന്റെ മൈനർ ഡയമീറ്ററിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഉള്ളതെങ്കിൽ the left hand, the view will be like this. The left side view will be like this. അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയർ ത്രെഡ്സിനകത്തും the square headed boltനകത്തും we can get a view like this. ഇങ്ങനെ ഒരു കോർണർ എഡ്ജിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഒരു ബേസിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ, what will be the figure? In that case also വരയ്ക്കുകയാണെങ്കിൽ it will be like this. You can see two surfaces, രണ്ട് ഷാഫർ ഉണ്ടാവും, and the bolt will be there and the thread will also be shown. So this is the view. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. We can draw these figures in the next exercise. അത് നിങ്ങൾക്ക് അടുത്ത എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും. Okay. Then the third component which I mentioned, washer. Usually നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരയ്ക്കുക. ഹെക്സഗണൽ ബോൾട്ട്, ഹെക്സഗണൽ നട്ട്, വാഷർ, അല്ലെങ്കിൽ സ്ക്വയർ ബോൾട്ട്, സ്ക്വയർ നട്ട്, വാഷർ. സോ വാഷറിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, വാഷറിന്റെ തിക്നെസ്, വളരെ ചെറിയ തിൻ ആയിട്ടുള്ള ഒരു മെറ്റൽ പീസാണ് വാഷർ എന്ന് പറയുന്നത്. വാഷർ ഹാസ് thickness of 0.15 times the diameter and the width will be equal to 2d plus 4. 2d plus 4 എന്ന് പറയാൻ കാരണം, 2d കഴിഞ്ഞിട്ട്, 2d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെക്സഗണൽ ഹെഡിൻ്റെ ആ വിഡ്ത്ത് ആണ്. ആ ബോൾട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ലെങ്ത്തിൽ ആ ഒരു